ഷിജ ഇവിടെ മന്ത്രി പി രാജീവ് സൂചിപ്പിച്ചത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഷീജയിലേക്ക് പോയാൽ ഷിജ. തീർച്ചയായും അജിംഷാദ്, ഏതായാലും വിഴിഞ്ഞം കമ്മീഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള നിമിഷം അത് ഇനി അല്പസമയം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോഴേതായാലും എല്ലാ അതിഥികളും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നൊരു ഘട്ടം കൂടിയാണ്. നമുക്കൊപ്പം ഇപ്പോൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ കൂടി ചേരുകയാണ്. എങ്ങനെയാണ് കമ്മീഷനിങ് എന്നുള്ള ചരിത്ര നിമിഷത്തിനരികിലാണ് നമ്മൾ, എങ്ങനെയാണ് ഈ യാത്ര കാണുന്നത്? ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഇന്ത്യയുടെ ഒരു കവാടം ഇന്ന് തുറക്ക് ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ആ പദ്ധതി കേരളത്തിൽ ഉത്സവം പോലെയാണ് ജനങ്ങൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിശ്ചയദാർഢ്യത്തോടുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ പദ്ധതി ഇന്നത്തെ രീതിയിൽ ഒരു രാജ്യം ആഗ്രഹിക്കുന്ന നിലയിൽ പൂർത്തിയാക്കാൻ സാധിച്ചത്. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും തീർച്ചയായിട്ടും അഭിമാനിക്കാം. ജനങ്ങൾക്കാകെ അഭിമാനിക്കാം. ജനങ്ങളുടെ വിജയമാണ് എന്ന് സഖാവ് പിണറായി പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇതിന് ഒരു നയാ പൈസയും തന്നിട്ടില്ല, കൊടുത്തിട്ടില്ല. പക്ഷേ ക്രെഡിറ്റ് വാങ്ങാൻ വേണ്ടി വരികയാണ്. അത് ജനങ്ങൾക്ക് തിരിച്ചറിയാനാവും. ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തിരിച്ചറിയുന്നവരാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് ആദ്യത്തിൻ്റെ തുടക്കം ചുരുക്കി പറഞ്ഞാൽ നായനാരുടെ കാലത്താണ്. തുടർന്നങ്ങോട്ട് കാലങ്ങൾ മുന്നോട്ടേക്ക് പോയപ്പോഴാണ് അതിനെ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഒരു ഘട്ടം വന്നപ്പോൾ ഉമ്മൻചാണ്ടി അത് പൂർണ്ണമായിട്ടും സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചത്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ചയാണല്ലോ എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നപ്പോൾ അതിന് മുമ്പുള്ള കാര്യങ്ങൾ മുഴുവൻ അവസാനിപ്പിക്കുകയല്ല ചെയ്തത്. തുടർന്ന് മുന്നോട്ടേക്ക് പോകട്ടെ, പ്രൊജക്റ്റ് നടക്കട്ടെ എന്ന രീതിയിലാണ്. നടക്കുക മാത്രമല്ല, അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതിയെ വൻ വിജയമായി മാറുമെന്ന് കണ്ടപ്പോൾ ഇവിടെ ഇടപെട്ടു. UDF ഇടപെട്ടു, BJP ഇടപെട്ടു, എല്ലാ തരത്തിലുള്ള സാമുദായിക സംഘടനകളെയും അവർ ഉപയോഗിച്ചു. എന്നിട്ടൊരു കലാപത്തിലേക്ക് പോയി, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, പോലീസുകാർക്ക് പരിക്ക് പറ്റി. എന്നിട്ട് ഒരു ഇഞ്ച് ഇനി മുന്നോട്ടേക്ക് പോകാൻ പാടില്ല, ഇത് അവസാനിപ്പിക്കണം, വിഴിഞ്ഞം പദ്ധതി ഇവിടെ അവസാനിപ്പിക്കണം എന്ന് ഉറപ്പിച്ച് BJPയും കോൺഗ്രസും അതിശക്തിയായ രീതിയിൽ കേരളത്തിലുടനീളം പ്രചരണം നടത്തി. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉറപ്പായിട്ട് പറഞ്ഞു എന്തിനും വിട്ടുവീഴ്ച ചെയ്യാം, പക്ഷേ പ്രോജക്റ്റ് അവസാനിപ്പിക്കില്ല. ബാക്കി ഏത് കാര്യത്തിലും ചർച്ച ചെയ്ത് പരിഹരിക്കാം, പക്ഷേ ഒരു തരത്തിലും പ്രോജക്റ്റ് അവസാനിപ്പിക്കാൻ പറ്റില്ല. വിഴിഞ്ഞം പദ്ധതി അഭിമാനകരമായ ഒരു പദ്ധതിയായിട്ട് ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ പോവുകയാണ്. അത് ഇന്ത്യക്ക് അഭിമാനകരമായ ഒരു പദ്ധതിയാണ് എന്ന് അന്ന് ഇത് നടക്കില്ല എന്ന് പ്രചരിപ്പിച്ച സന്ദർഭത്തിൽ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന UDFൻ്റെയും BJPയുടെയും സന്ദർഭത്തിൽ അന്ന് ശരിയായ രീതിയിൽ ഞങ്ങൾ പറഞ്ഞു. ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് CPIMും ഇടതുപക്ഷവും ഒരു കാലത്ത് ഇതിനെ എതിർത്തവരാണ്, അവരാണിപ്പോൾ ഇതിൽ അവകാശവാദവുമായി വരുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അസംബന്ധമാണത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിന് ആദ്യം മുതലേ തുടങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നായനാർ മുതൽ തുടങ്ങിയതാണ്. ഇപ്പോഴവസാനിപ്പിച്ചതും ഞങ്ങൾ തന്നെയാണ്. അതിനിടയിൽ നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ്സാണ്. അപ്പോൾ അതൊന്നും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പറയണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ ഞാൻ പത്രക്കാരോട് കൃത്യമായ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആ വിഷ്വൽ പുറത്തു വിടും. അന്നത്തെ ഈ പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല, നടപ്പിലാക്കരുത്, ഒരു ഇഞ്ച് ഇനി മുന്നോട്ടേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ വിഷ്വലുണ്ട് നിങ്ങളെല്ലാം കയ്യിൽ. എന്താ കയ്യിൽ ഉൾപ്പെടെ പുറത്തു വിടാത്തത്? കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വിട്ടു കേട്ടോ, ഒന്നുകൂടി വിട്ടു. കാരണം ജനങ്ങളെല്ലാം കാണട്ടെ, പൂർണ്ണമായിട്ടും കാണട്ടെ. അതായത് പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ ഈ ഒരു ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വികസന പദ്ധതികളോട് അങ്ങനത്തെ ഒരു സമീപനം ശരിയാണ് എന്ന് കരുതുന്നുണ്ടോ? ലോകത്ത് കേരളത്തിലെ പ്രതിപക്ഷത്തെ പോലെ ഒരു പ്രതിപക്ഷമില്ല. ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന് രാഷ്ട്രീയ തീരുമാനമെടുത്ത പ്രതിപക്ഷമാണ് കേരളത്തിൽ. അങ്ങനെ ഒരു പ്രതിപക്ഷം ലോകത്ത് എവിടെയില്ല. ഏത് പ്രതിപക്ഷമായാലും ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണയും നിഷേധാത്മകമാണ് എന്ന് അവർക്ക് തോന്നുന്ന കാര്യങ്ങളെ ശക്തിയായിട്ട് എതിർക്കുകയും. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം ലോകത്ത് എവിടെയായാലും ജനാധിപത്യ സമൂഹത്തിൽ. ഇവിടെ രാഷ്ട്രീയമായി തീരുമാനിച്ചിരിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു, രണ്ടാമത്തെ ഘട്ടത്തിലെത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ഘട്ടത്തിലും വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം കൂട്ടുനിന്നാൽ മൂന്നാമത്തെ ഘട്ടത്തിലേക്കും പോകും. അതുകൊണ്ട് ഒരു വികസന പ്രവർത്തനത്തിനും ഞങ്ങളുടെ പിന്തുണയില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചവരാണ് ഈ UDF. തീർച്ചയായും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. അതുപോലെ തന്നെയാണ്, അതായത് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് UDF അവകാശപ്പെടുമ്പോൾ പോലും ആ ക്രെഡിറ്റിന് അവർ അർഹരല്ല എന്നുള്ള കാര്യം തന്നെയാണ് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഇത്തരത്തിലൊരു വികസന പദ്ധതിയുമായി, അതിപ്പോൾ വിഴിഞ്ഞം എന്നല്ല ഏത് വികസന പദ്ധതിയായാലും അതിനെ രാഷ്ട്രീയപരമായി സമീപിക്കുന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. അത് തിരുത്തേണ്ടതാണ്, അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ഏതായാലും
വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുകയാണെങ്കിൽ അജംഷാദ്, ഇതിൽ കൃത്യമായിട്ടുള്ള കഴിഞ്ഞ ഒരു 9 വർഷത്തെ പ്രവർത്തനം അത് ഏറ്റവും സുപ്രധാനമായ നിർണായകമായ ഘട്ടമാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അജംഷാദ്.